ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ സിമ്പിളായിട്ട് പറയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. നമുക്കൊരാളോട് നീ പോവുകയാണോ എന്ന് മിനിമം ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? നീ പോവുകയാണോ? ആർ യു ഗോയിങ്? അല്ലേ? ഇന്നലെ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നീ പോവുകയാണോ? ആർ യു ഗോയിങ്? ഞാൻ കളിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ കളിക്കാൻ പോവുകയാണ്. അതിനൊരു റിപ്ലൈ ആയിട്ട് പറയുകയാണ് ഞാൻ കളിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു പ്ലേ. ഞാൻ കളിക്കാൻ പോവുകയാണ്. ഇനി നീ എവിടെയാ കളിക്കാൻ പോകുന്നത്? നീ എവിടെയാ കളിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നീ എങ്ങോട്ടാ കളിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. വേർ ആർ യു ഗോയിങ് ടു പ്ലേ? വേർ ആർ യു ഗോയിങ് ടു പ്ലേ? നീ എവിടെയാ കളിക്കാൻ പോകുന്നത്? ഞാൻ ആ ഗ്രൗണ്ടിലേക്കാ കളിക്കാൻ പോകുന്നത്. ഞാൻ ആ ഗ്രൗണ്ടിലേക്കാ കളിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സെന്റൻസ് ഒക്കെ മാറ്റി മാറ്റി പറയാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള ക്വസ്റ്റ്യൻസ് പറയാം, അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് പറയാം. ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് മാത്രമാണ് എടുക്കുന്നത്. ഞാൻ ആ ഗ്രൗണ്ടിലേക്കാണ് കളിക്കാൻ പോകുന്നത്. എങ്ങനെ അറിയാം? ഐ എം ഗോയിങ് ടു ദാറ്റ് ഗ്രൗണ്ട് ടു പ്ലേ. ഐ എം ഗോയിങ് ടു ദാറ്റ് ഗ്രൗണ്ട് ടു പ്ലേ. ഞാൻ ആ ഗ്രൗണ്ടിലേക്ക്, ആ ഗ്രൗണ്ടിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടു ദാറ്റ് ഗ്രൗണ്ട് ടു പ്ലേ, കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ഐ എം ഗോയിങ് ടു ദാറ്റ് ഗ്രൗണ്ട് ടു പ്ലേ. ഓക്കെ, നെക്സ്റ്റ്. കുറേ കുട്ടികളുണ്ടോ നിന്റെ കൂടെ കളിക്കാൻ? കുറേ കുട്ടികളുണ്ടോ നിന്റെ കൂടെ കളിക്കാൻ എന്നിങ്ങനെ ചോദിക്കുക. ആർ ദർ മെനി കിഡ്സ്? കുറേ പേരുണ്ടോ അല്ലെങ്കിൽ കുറേ കുട്ടികളുണ്ടോ? ആർ ദർ ഉണ്ടോ? മെനി കിഡ്സ് കുറേ കുട്ടികൾ. ടു പ്ലേ കളിക്കാൻ വിത്ത് യു നിന്റെ കൂടെ. ആർ ദർ മെനി കിഡ്സ് ടു പ്ലേ വിത്ത് യു. ഓക്കെ, നെക്സ്റ്റ്. 7 പേരുണ്ട്, 2 പേർ കുറച്ച് കഴിഞ്ഞു വരും എന്നെങ്ങനെ പറയാം? 7 പേരുണ്ട് കളിക്കാൻ, 2 പേർ കുറച്ച് കഴിഞ്ഞു വരും എന്ന് പറയണമെങ്കിൽ there are 7 people, 2 more will join a bit later. A bit later കുറച്ച് കഴിഞ്ഞു അല്ലേ? അപ്പം there are 7 people, 7 പേരുണ്ട്. 2 more will join a bit later. 2 പേര് കുറച്ച് കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജോയിൻ എ ബിറ്റ് ലേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 more will come a bit later എന്ന് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ്, അവർ എവിടെ പോയതാ? അവർ എവിടെ പോയതാണ്. അവർ എവിടെ പോയതാ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുക? എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേർ ആണ്. വേർ ഡിഡ് ദേ ഗോ? വേർ ഡിഡ് ദേ ഗോ? അവർ എവിടെ പോയതാണ്. ഓക്കെ, നെക്സ്റ്റ്. അവർ മദ്രസയിൽ പോയതാണ്, അവർ സ്കൂൾ പോയതാണ്. അങ്ങനെ നമുക്ക് എന്താണോ അവിടെ പറയാനുള്ളത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് അവർ മദ്രസയിൽ പോയതാണ്. അല്ലേ? മക്കളൊക്കെ ആകുമ്പോൾ പല ടൈമിലായിരിക്കും മദ്രസ സ്കൂളൊക്കെ ഉള്ളത്. അപ്പം അവർ മദ്രസയിൽ പോയതാണ് എന്നിങ്ങനെ പറയാം. ദേ വെന്റ് ടു ദ മദ്രസ. ദേ വെന്റ്, അവർ പോയി ടു ദ മദ്രസ, മദ്രസയിൽ പോയതാണ്. നെക്സ്റ്റ്, ഞങ്ങൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കളി തുടങ്ങിയിട്ടുണ്ട്. We had started playing. We have started the game എന്ന് പറയാം, അല്ലെങ്കിൽ we have started playing എന്ന് പറയാം. We have started playing. ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് കളിയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, നീ ഇംഗ്ലീഷ് വായിച്ചോ? നീ ഇംഗ്ലീഷ് വായിച്ചോ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു റീഡ് ഇംഗ്ലീഷ്? ഡിഡ് യു റീഡ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് വായിച്ചോ? ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഹാവ് യു യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം കേട്ടോ. ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ ഹാവ് യു റീഡ് ഇംഗ്ലീഷ് എന്നും ചോദിക്കാം. റെഡിന്റെ V3 ഫോം എന്ന് പറയുന്നതും റെഡ് തന്നെയാണ്. ഹാവ് യു റീഡ് ഇംഗ്ലീഷ്? ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് വായിച്ചില്ല. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് വായിച്ചില്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് റീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഐ ഡിഡ്ന്റ് റീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് വായിച്ചില്ല. നെക്സ്റ്റ്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ലേ? ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ആണ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ലേ? കഴിയില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റ് ആണ് അല്ലേ? നിനക്ക് കഴിയില്ലേ? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് can't you read English? can't you read English? can't you read English? നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ലേ? നെക്സ്റ്റ്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല എങ്ങനെ പറയാ? ഐ കാൺട്ട് റീഡ് ഇംഗ്ലീഷ്. ഐ കാൺട്ട് റീഡ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെന്റൻസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അവൾ ഇംഗ്ലീഷ് വായിച്ചില്ല.
സബ്ജക്റ്റ് അവളാണ്, അവൾ ഇംഗ്ലീഷ് വായിച്ചില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.